എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? എല്ലാവർക്കും റസ്നാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് റസ്നാസ് കിച്ചണിൽ ഒരു സ്പെഷ്യൽ ഐറ്റം കിട്ടിയിട്ടുണ്ട്. നല്ല പഴുത്ത വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം ആ വരിക്കച്ചക്ക ഞങ്ങൾ കുറേയൊക്കെ കഴിച്ചു തീർത്തു. കുറച്ച് ബാക്കിയുള്ളത് വെച്ച് പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ചക്ക പൊരി കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള സ്നാക്കാണ്. ഓടിപ്പോയി കണ്ടുവെക്കാം അല്ലേ? അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ നോട്ടിഫിക്കേഷൻസും ഓപ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ചക്കപ്പൊരി അല്ല ചക്കപ്പഴംപൊരി തന്നെ പറയാമല്ലോ, നമ്മുടെ ചക്കപ്പഴമാണല്ലോ എന്തായാലും. ചക്കപ്പഴംപൊരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു ബൗളിലേക്ക് എടുക്കേണ്ടത് കുറച്ച് മൈദയാണ്. മൈദ നമ്മൾ ഈ ഒരു തവി കൊണ്ടാണ് അളക്കുന്നത്. 5 തവി എടുക്കുന്നുണ്ട്. 5 തവി മൈദയ്ക്ക് 1 തവി അരിപ്പൊടി നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച്, അല്ലെങ്കിൽ പൊടിച്ചതിന് ശേഷമാണ് വറുക്കുന്നത്. എന്തായാലും നമ്മൾ പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടി നല്ല നൈസായിട്ട് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുമ്പം ക്രിസ്പിനെസ് കൂടാൻ വേണ്ടി ചേർക്കുന്നത് പോലെ തന്നെ ഇവിടെയും ചേർക്കുകയാണ്. ഇതേ തവിക്ക് തന്നെ 2 തവി പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പൊടിച്ചതൊന്നുമല്ല, സാധാരണ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പക്കാരം നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇനി ബേക്കിംഗ് സോഡ ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദോശമാവ് ഉണ്ടല്ലോ, ദോശമാവ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ സ്പൂൺ അത് ചേർത്തിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പച്ചവെള്ളം മാത്രമാണ്. 5 തവി പച്ചവെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സെയിം തവി കേട്ടോ, ഓരോ തവിയായിട്ട് ചേർത്തിട്ട് ഞാൻ പതുക്കെ മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. നല്ലൊരു തിക്ക് ബാറ്ററായിട്ട് നമുക്ക് കിട്ടണം. ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കാം, ഒന്നുകിൽ അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. താല്പര്യമുള്ളതുപോലെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ തിക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിക്ക് നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചക്ക എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായാലും ഞാൻ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓരോ 1/2 പീസായിട്ട് ഈ ഒരു തരത്തിൽ നമുക്ക് പഴംപൊരിയുടെ ഒരു ലുക്ക് വരുന്ന രീതിയിൽ പീസുകളാക്കിയിട്ട് ഇതിനകത്ത് ജസ്റ്റ് മുക്കിയെടുക്കുക. തിക്ക് ബാറ്റർ ആയിരിക്കണം. കോട്ടിങ് നന്നായിട്ട് പിടിക്കണം. നല്ല തിളക്കിണ എണ്ണയിലോട്ടിടുക. നമ്മളിതുപോലെ മുക്കി പൊരിച്ചെടുക്കുന്ന പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുങ്ങി തന്നെ കിടക്കണം. എന്നാലും അത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. മാത്രമല്ല എണ്ണ കുടിക്കാതിരിക്കുള്ളൂ കേട്ടോ. അപ്പം നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിക്കുകയും വേണം. ചക്ക എണ്ണയിലോട്ടിട്ട് ഒരു 1/2 മിനിറ്റ് മൊത്തമായിട്ട് എണ്ണയിൽ മുങ്ങി കിടന്നോട്ടെ കേട്ടോ. അതിനുശേഷം മതി തിരിച്ചിടുന്നത്. തിരിച്ചിട്ട് തുടങ്ങിയാൽ പിന്നെ പതുക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടേ ഇരുന്നോളണം. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മുക്കി പൊരിക്കാനടിക്കുന്ന എണ്ണ മലയാളികളായതുകൊണ്ട് മിക്കവാറും വെളിച്ചെണ്ണ തന്നെ ആയിരിക്കുമല്ലേ, അതാണ് ടേസ്റ്റും. അപ്പം അതിന് കൂടെ 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കാമെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കുന്നത് കുറയ്ക്കാം. അതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും ലോവർ ഫ്ലെയിമിലേക്ക്, സിമ്മർ ഫ്ലെയിമിലേക്ക് ഫ്ലെയിം താഴ്ത്തി വെക്കാൻ പാടില്ല കേട്ടോ. എണ്ണ കൂടുതൽ കുടിക്കും. ഇനി നമ്മൾ നന്നായിട്ട് തിളയ്ക്കുന്ന എണ്ണയിലേക്കാണ് നമ്മൾ മുക്കി പൊരിച്ച് തുടങ്ങുക എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം എണ്ണ തിളച്ച് നന്നായിട്ട് ചൂടായി തുടങ്ങും. ഒരുപാട് പൊരിച്ചു തുടങ്ങുമ്പം ആ ഒരു സമയത്ത് പുകഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അങ്ങനെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് മാത്രം ഡിവൈഡ് ചെയ്താൽ മതി. ലോ ഫ്ലെയിമിലേക്ക് പോവില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് എണ്ണ കുടിച്ചു പോവേ. അപ്പോൾ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗണൊക്കെ ആകുമ്പോൾ നമുക്ക് പതുക്കെ കയറ്റിയെടുക്കാം. കരിഞ്ഞു പോകേണ്ട കേട്ടോ. ഈ ബ്രൗൺ കളറിൽ ഒന്ന് ഡാർക്ക് ആവും നമ്മൾ പുറത്തിരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ചക്ക പഴംപൊരി റെഡിയായി കേട്ടോ. അപ്പോൾ കണ്ടല്ലോ അല്ലേ, എത്ര ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്ന അതേ ജോലിയാണ് അല്ലേ? അപ്പോൾ പഴംപൊരി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചക്ക തീർന്നവരായിരിക്കും കൂടുതലല്ലേ, അങ്ങനെയുള്ളവർ കണ്ടു ഒതുക്കിയപ്പോൾ തൽക്കാലം. ബാക്കി ചക്ക ഉള്ളവർ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന റേറ്റാണ്, മിസ് ചെയ്യേണ്ട. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ റെഡ് ബട്ടൺ തൊട്ട് താഴെ ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ തെളിഞ്ഞു വരും. അതിനകത്ത് 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഓൾ നോട്ടിഫിക്കേഷൻസ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻസ് അപ്പോൾ കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു നല്ല ഡിഷായിട്ട് ഉടനെ തന്നെ വരാം. ബൈ, ടേക്ക് കെയർ.